السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد. أما بعد. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, നമ്മുടെ പേരോട് മുസ്ലിയാർ ഒരു വലിയ കുടുക്കിലാണ് ചെന്ന് ചാടിയിട്ടുള്ളത്. അതായത് സാധാരണഗതിയിൽ എല്ലാ മിമ്പറുകളിൽ നിന്നും പാരമ്പര്യമായി എത്രയോ വർഷങ്ങളോളമായി നമ്മുടെ നാടുകളിലൊക്കെ പല പ്രാർത്ഥന സന്ദർഭങ്ങളിലുമൊക്കെ മുസ്ലിമീങ്ങൾ പ്രാർത്ഥിച്ചു വരാറുള്ള ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വ അദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്നൊരു പ്രാർത്ഥന. ഇതിൻ്റെ ആശയത്തിൽ ഒരു തകരാറുമില്ല. അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് എല്ലാ ആളുകൾക്കും അറിയാവുന്നതുമാണ്. ആരും അതിനെ സംബന്ധിച്ച് ഈ കാലമത്രയും ഒരു തർക്കവും ഉന്നയിക്കാറുമില്ല. എന്നാൽ എന്തിലും ഏതിലും മുജാഹിദുകളുടെ മേക്കെട്ട് കയറണം എന്ന നിയ്യത്തുമായി നടക്കുന്ന പേരോട് മുസ്ലിയാർ ഈ അടുത്ത കാലത്ത് ഈ ദുആയും കേരളക്കരയിൽ വിവാദമാക്കി മാറ്റുകയുണ്ടായി. എന്താണ് അയാൾ പറഞ്ഞത്? അയാൾ ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് പറയുന്ന അയാളുടെ കമന്റ് നിങ്ങൾ ആദ്യം ഒന്ന് കേട്ടു നോക്കുക. യുക്തിവാദി ഉണ്ടാക്കിയൊരു ഫിത്തന ക്ലിപ്പ് കേട്ടു. ആ യുക്തിവാദി മാപ്പിളന്റെ മുസ്ലിമിന്റെ പേരുള്ളവനാ. അവൻ പറയാണ്, പള്ളിയിൽ നിന്നൊക്കെ ഈ ബഹുദൈവ വിശ്വാസികളെ നശിപ്പിക്കണമെന്നാണ് ദ്വാരക്കുന്നത്. അങ്ങനെ നശിപ്പിക്കണമെന്ന് ദ്വാരക്കല്ലോ നമ്മൾ. അവനെ പോലത്തേതോ വിവരം കെട്ടവർ ദ്വാരം നമ്മളാ ഉത്തരവാദി. അങ്ങനെ നമ്മൾ ദ്വാരക്കലില്ല. നമ്മൾ ദ്വാരക്കൽ എല്ലാവർക്കും ഹിദായത്ത് സന്മാർഗം കൊടുക്കണേ, എല്ലാരെയും നന്നാക്കണേ എന്നാണ് ദ്വാര ചെയ്യാറ്. ഏതെങ്കിലും വിവരമില്ലാത്ത ആരെങ്കിലും അങ്ങനെ ദ്വാരത്തിട്ടുണ്ടെങ്കിൽ അതിനൊട്ട് പണ്ഡിതന്മാർ ഉത്തരവാദിയും അല്ല. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വ അദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന് ചില കൂടുതൽ അറിവില്ലാത്ത ആളുകൾ പ്രാർത്ഥിച്ചു പോകാറുണ്ട്. അത് വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് സുന്നികൾ ശിർക്ക് ചെയ്യുന്നവരാണെന്ന് വാദിച്ച പുത്തൻവാദികൾ ഉണ്ടാക്കിയ, ഈ സുന്നികളെ നശിപ്പിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ, കാരണം അവരുടെ ഭാഷയിൽ നമ്മൾ മുശ്രിക്ക, നമ്മളെ നശിപ്പിക്കണമെന്ന നിലക്ക് അവരുണ്ടാക്കിയൊരു പ്രാർത്ഥനയാണോ എന്നെനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് അത്തരം പ്രാർത്ഥനകളൊന്നും നമ്മൾ നടത്തണ്ട. നമുക്ക് ഖുർആനിൽ പറഞ്ഞ ധാരാളം ദുആണ്ട്, ഹദീസിൽ വന്ന ധാരാളം ദുആകളുണ്ട്. കേട്ടല്ലോ. എന്താണ് ഇപ്പൊ അതിൽ അയാൾ സമർത്ഥിക്കുന്ന 2-3 കാര്യങ്ങൾ? ഒന്നാമതായി അയാൾ പറയുന്നത്, ഇങ്ങനെ ഒരു പ്രാർത്ഥന ഞങ്ങൾ ആരും നടത്താറില്ല. മാത്രമല്ല, ഈ ഒരു പ്രാർത്ഥന വിവരം കെട്ട, അത്ര കാര്യമായ വിവരമില്ലാത്ത ചില ആളുകളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചു പോകാറുണ്ട്. മാത്രമല്ല, അയാൾ മറ്റൊരു വെടി കൂടി പൊട്ടിച്ചു. അതെന്താണ്? വാസ്തവത്തിൽ ഞാൻ സംശയിക്കുന്നത് ഇത് സുന്നികൾ ശിർക്ക് ചെയ്യുന്നവരാണ് എന്ന് വാദിക്കുന്ന പുത്തൻവാദികൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് എന്നാണ്. കാരണം അവരുടെ ഭാഷയിൽ, മുജാഹിദുകളുടെ ഭാഷയിൽ, സുന്നികളൊക്കെ ഇവിടെ ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളാണ്, അതുകൊണ്ട് അവർ നശിക്കട്ടെ, അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന മുജാഹിദുകൾ ഇവിടെ ഉണ്ടാക്കിയതാണ് എന്നാണ് ഞാൻ സംശയിക്കുന്നത് എന്നാണ് മൂപ്പരതിൽ പൊട്ടിച്ച 2ാമത്തെ വെടി. മൂന്നാമതായി മൂപ്പര് പറഞ്ഞു, അതിനാൽ അത്തരം പ്രാർത്ഥനകളൊന്നും നമ്മൾ നടത്താൻ പാടില്ല, അതൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത്, അതൊക്കെ ഇവരെ കെട്ട ആളുകളുടെ പ്രാർത്ഥനയാണ് എന്നാണ് ഈ പേരോട് മുസ്ലിയാർ. അയാളുടെ ഈ വോയിസിൽ നിങ്ങൾ കേട്ട് കഴിഞ്ഞല്ലോ. ഇയാള് എല്ലായിടങ്ങളിലും അയാൾക്ക് തോന്നുന്നത്, വായിൽ തോന്നിയത് അങ്ങ് വിളിച്ചു പറയും. എന്നിട്ട് പിന്നെ അയാൾ കുടുങ്ങും. ഈ വിഷയത്തിലും ഉണ്ടായത് അതാണ്. ഇങ്ങനെ ഇത് നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല, ഇത് പുത്തൻവാദികൾ ഉണ്ടാക്കിയതാണ്, ഇത് ശരിയായൊരു പ്രാർത്ഥനയല്ല, അതുകൊണ്ട് നമ്മളത് നടത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ഉടനെ, സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണല്ലോ, ആളുകൾ ഇവരുടെ പഴയകാല പ്രസംഗങ്ങളിൽ നിന്ന് ഇവരുടെ നേതാക്കന്മാരുടെ മുഴുവൻ പ്രസംഗങ്ങളും അരിച്ച് പെറുക്കി തലതൊട്ടപ്പനായ കാന്തപുരം മുസ്ലിയാരുടെ പ്രാർത്ഥനയടക്കം അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ ഇയാൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ക്ലിപ്പ് ഇറക്കിയ ആളുകൾ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم انصر المسلمين في مشارق الأرض ومغاربها اللهم انصر المسلمين في مشارق الأرض ومغاربها يا أرحم الراحمين الله. പിന്നീട് ഉള്ളാൾ തങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ഇവരുടെ സർവ്വ നേതാക്കന്മാരും പ്രാർത്ഥിക്കുന്നത്, പേരോടടക്കം പ്രാർത്ഥിക്കുന്നത് പുറത്തേക്ക് കൊണ്ടുവന്നു. പേരോട് കുടുങ്ങിയല്ലോ.
പേരോട് പറഞ്ഞ എന്താ, ഇത് മുജാഹിദീങ്ങൾ ഉണ്ടാക്കിയ, സുന്നികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ പ്രാർത്ഥനയാണെന്നാ ഞാൻ സംശയിക്കണമെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ഇയാളാകെ കുടുങ്ങി. فائزين بليلة القدر التي هي خير من 1000 شهر اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اجعل هذا المعهد معهد المعارج اللهم ارفعه. ഒരുപാട് ക്ലിപ്പുകളുടെ പരമ്പര തന്നെ അങ്ങോട്ട് ഇറങ്ങി. ആര്? ഇവരുടെ തന്നെ നേതാക്കന്മാര് ഈ പ്രാർത്ഥന പരസ്യമായി പ്രാർത്ഥിക്കുന്നത്. കുടുങ്ങിയാലോ ആകെ, പേരോടാകെ കരണം മറിഞ്ഞു. ഞാൻ അങ്ങനെയല്ല, ഇങ്ങനെയല്ല, ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെ ഇയാൾ പറഞ്ഞു. മീഡിയക്കാർ വിടൂലല്ലോ. ഒരിക്കൽ ഖലീൽ ബുഖാരി എന്ന് പറയുന്ന മുട്ടിപ്പടി തങ്ങളെ മീഡിയക്കാർക്ക് കിട്ടി. അങ്ങനെ മീഡിയക്കാർ ഈ ഖലീൽ ബുഖാരിയോട് ചോദിക്കുന്നുണ്ട്, അല്ല, ഇപ്പൊ ഒരു പ്രാർത്ഥന വിവാദമായിട്ടുണ്ടല്ലോ, ഈ പ്രാർത്ഥനയെക്കുറിച്ചാണ് മീഡിയക്കാരൻ്റെ ചോദ്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പേരോട് ഉസ്താദ് ഈ യുക്തിവാദികൾക്ക് മറുപടി പറഞ്ഞു കുടുങ്ങിയൊരു സംഭവമുണ്ട്. ഇസ്ലാമികമായ പ്രാർത്ഥനകളിൽ അതില്ല എന്നാണ്, മുശ്രിക്കുകളും ബഹുദൈവ ആരാധകരും നശിച്ചു പോട്ടെ എന്നുള്ള പ്രാർത്ഥന ഇസ്ലാമിൽ ഇല്ല എന്ന് പേരോട് ഉസ്താദ് പറയുകയും പിന്നീട് അദ്ദേഹം അത് തിരുത്തുകയും ചെയ്യേണ്ടി വന്നു. ഇല്ലല്ലോ, അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. അതായത് എപ്പോഴും ഇസ്ലാം മുസ്ലിമീൻ, അതായത് നമ്മളെപ്പോഴും ഒരു വിഭാഗത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആരുടെയും നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. അത് ഇസ്ലാം പറയുന്നത്. അതായത് ഞങ്ങളുടെയൊക്കെ, ഞാൻ എത്രയോ കാലം പ്രാർത്ഥിച്ചു, ഞങ്ങളൊക്കെ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ എന്നേ പറയാറുള്ളൂ. ഇനി വല്ലപ്പോഴും അബദ്ധത്തിലോ മറ്റോ അത് വന്നു പോയാൽ മാരകമായ തെറ്റാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തുനിന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഓരോ മര്യാദകളുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ രാജ്യം നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു മതസൗഹാർദ്ദത്തിൻ്റെ, മതേതരത്തിൻ്റെ രാജ്യമാണ്. അപ്പം നമ്മൾ ഒരാളെ പ്രകോപിപ്പിക്കുന്ന ഒരു സംസാരം നമ്മളിൽ നിന്ന് ഉണ്ടാക്കാൻ പാടില്ല. രണ്ടാമത്തെ ഭാഗം വേണ്ടാന്നാണ് ഞങ്ങളത് പലപ്പോഴും എന്താകല്, ഈ രാജ്യവും രാജ്യത്തിൻ്റെ മതവിശ്വാസികളും എല്ലാവരും മനസ്സിലാക്കി പലപ്പോഴും അത് തെറ്റിദ്ധരിക്കാൻ സാധ്യത ഉണ്ട്. പക്ഷേ കാന്തപുരം ഉസ്താദിൻ്റെ പ്രാർത്ഥനകളിൽ പോലും അത് ഉണ്ടെന്നാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. അതായത് ഏത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദിനം പ്രതി 100 തവണ പ്രാർത്ഥിക്കും. പക്ഷേ അതിൽ സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഞാനത് എൻ്റെ പ്രാർത്ഥന കാണാൻ കഴിയില്ല. വല്ലപ്പോഴും അങ്ങനെ ചോദിച്ചപ്പോൾ അത് ആകെപ്പോൾ അയാളിപ്പോൾ ആകെ തിരുത്തി. പേരോട് മുസ്ലിയാർ അത് നമ്മുടെ പ്രാർത്ഥനയല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീടത് അദ്ദേഹം തിരുത്തിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായല്ലോ എന്ന് ഖലീൽ ബുഖാരിയോട് ചോദിച്ചപ്പോൾ ഇയാൾ ഏറ്റവും വേറെ വല്ല വളവനാണല്ലോ. ഇയാൾക്കും കളവ് പറയലാണ്, തങ്ങളെന്ന വേഷം ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തങ്ങളാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ഇയാളുടെയും പണിയാത്. ഇയാൾ ഒറ്റയടിക്ക് ആ മീഡിയക്കാരൻ്റെ മുമ്പെന്ന് പറഞ്ഞു, ഏയ് അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്നാ പറയുന്നത്. മീഡിയക്കാരൻ വിട്ടില്ല. വീണ്ടും ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അയാൾ ആവർത്തിച്ച് പേരോടനങ്ങനെ ന്യായീകരിക്കുകയാണ്. പിന്നീട് പറഞ്ഞു എന്ത്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, ഞങ്ങളാരും അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. ഇനി അഥവാ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞങ്ങൾ തുടക്കം മാത്രമേ പറയാറുള്ളൂ. എന്ത്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീന്നേ പറയാറുള്ളൂ. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഞങ്ങൾ പറയാറില്ല. ഇനി വല്ലപ്പോഴും ഞങ്ങൾ വല്ല അബദ്ധത്തിലൊക്കെ വന്നു പോയാൽ തന്നെ അതൊരു മാരകമായ തെറ്റാണ് എന്നൊന്നും, ഇസ്ലാമെന്ന് പുറത്താകണ കാര്യമാണെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. മര്യാദകേടായ ഒരു കാര്യമാണ്, മതേതര രാജ്യത്തത് വേണ്ട എന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായം. മീഡിയക്കാരൻ വിടുന്നില്ല. മീഡിയക്കാരൻ വീണ്ടും ചോദിച്ചു, അപ്പൊ രണ്ടാമത്തെ ഭാഗം, ആ പ്രാർത്ഥനയ്ക്ക് 2 ഭാഗം ഉണ്ടല്ലോ, വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ, അപ്പൊ രണ്ടാമത്തെ ഭാഗം വേണ്ടതില്ല എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ ഖലീൽ ബുഖാരി എന്താ പറയുന്നത്? അതെ അതെ, ഞങ്ങളത് ഒഴിവാക്കലാണ്. ഇപ്പോൾ മീഡിയക്കാരൻ വീണ്ടും ചോദിക്കാൻ, കാന്തപുരമൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കലുണ്ട് എന്നാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. ഇപ്പോൾ ഖലീൽ ബുഖാരി അതിന് പിന്നെയും സ്ഥിരമൊന്നും പ്രാർത്ഥിക്കലില്ല, എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ വന്നു പോകുമെന്ന്. ഇങ്ങനെ കാരണം അറിഞ്ഞുകൊണ്ട് ഈ 2 സാധനങ്ങളും, പേരോട് മുസ്ലിയാരും ഇവരൊക്കെ ഇതിൻ്റെ വലിയ നേതാക്കന്മാരാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു ലോക്കൽ നേതാക്കന്മാരോ ലോക്കൽ കമ്മിറ്റി മെമ്പർമാരോ ഒന്നുമല്ല. ഒരു പ്രസ്ഥാനത്തിൻ്റെ, അഥവാ കേരള മുസ്ലിം ജമാഅത്ത് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് ഞങ്ങളെ പോകും വേറുള്ളവരൊക്കെ പിഴച്ച പാർട്ടിയാണ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരാണ് പേരോടും ഖലീൽ ബുഖാരിയൊക്കെ. ഇവരാണ് ഈ കാരണം അറിയുന്നത്. ഇവരൊക്കെ അറബിയിലുള്ള കിതാബുകളിൽ എത്രത്തോളം കള്ളം നടത്തും, എത്രത്തോളം ഇവരൊക്കെ തിരിമറി നടത്തും എന്നുള്ളതിന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണിത്. ഈ ഒരു പ്രാർത്ഥനയുടെ കാര്യം തന്നെ നോക്കൂ നിങ്ങൾ. ഇപ്പോൾ ഇതിൽ 2 വീക്ഷണക്കാരായി ഇപ്പോൾ ഇവർ തന്നെ.
പേരോട് പറയണത് എന്താണ്? ഞങ്ങൾ അങ്ങനെ ഒരു പ്രാർത്ഥന തന്നെ പ്രാർത്ഥിക്കലില്ല, അതൊക്കെ വഹാബികൾ ഉണ്ടാക്കിയതാണ്, നമുക്കതിനോട് യോജിപ്പില്ല, വിവരമില്ലാത്ത ആൾക്കാർ ചെയ്യണതാണ്. ഖലീൽ ബുഖാരി പറഞ്ഞതോ, ഞങ്ങളതിൻ്റെ 1-ാം പാർട്ട് പറയാറുണ്ട് ചിലപ്പോഴൊക്കെ, 2-ാമത്തെ ഭാഗം വേണ്ടാന്ന്. അപ്പം അവസാനം സംഭവിച്ചത് ഇപ്പം എന്താ? ഈ 2 കൂട്ടരെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇതാ ഇപ്പോൾ AP വിഭാഗത്തിൻ്റെ സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇറക്കിയിട്ടുള്ള മദ്രസ പാഠപുസ്തകം, ഏറ്റവും ലേറ്റസ്റ്റ് പാഠപുസ്തകം, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അതിൻ്റെ പുറംചട്ട. ദുറൂസുൽ ഇസ്ലാം എന്ന പേരിൽ, ഇസ്ലാമിക പാഠങ്ങൾ എന്ന പേരിൽ 10-ാം ക്ലാസ്സിലെ മദ്രസ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സുന്നി വിദ്യാഭ്യാസ ബോർഡ് തയ്യാറാക്കിയിട്ടുള്ള ഒരു പാഠപുസ്തകത്തിൽ അതിൻ്റെ അവസാന ഭാഗത്തൊരു പാഠമുണ്ട്, മുഷ്കിലാത്തുൽ ആലമിൽ ഇസ്ലാമി, മുസ്ലിം ലോകത്തുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു പാഠഭാഗമുണ്ട് ആ 10-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ. അതിൻ്റെ അവസാന ഭാഗത്തിൽ കൊടുത്ത ദുആ ഒന്ന് വലുതാക്കി കാണിച്ചു തരാം നിങ്ങൾക്ക് സ്ക്രീനിൽ. എന്താണ് ആ ദുആ? അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. കണ്ടോ? സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ പാഠപുസ്തകത്തിൽ 10-ാം ക്ലാസ്സിൽ ഈ ദുആ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ഈ 2 എണ്ണത്തെയും തള്ളി എന്നർത്ഥം സുന്നി വിദ്യാഭ്യാസ ബോർഡ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഇതാണ് ഇവരുടെ ഒരവസ്ഥ. എന്തേ ഇപ്പം ഇതിലൂടെ മനസ്സിലായത്? മുജാഹിദുകളുടെ മേൽ എന്തെല്ലാം ദുരാരോപണങ്ങളാണ് ഇല്ലാത്തത് ഇവർ പറഞ്ഞു പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇത്ര വിദ്വേഷവും പകയും എന്തിനാണ് ഈ മനുഷ്യൻ മുജാഹിദുകളുടെ മേൽ വെച്ചുകൊണ്ട് നടക്കുന്നത്? നോക്കണം നിങ്ങൾ, നമ്മൾ ഉണ്ടാക്കിയൊരു പ്രാർത്ഥനയാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാ മെമ്പറുകളിലും കേൾക്കുന്ന പ്രാർത്ഥന ആരുണ്ടാക്കിയതാ? മുജാഹിദുകൾ ഉണ്ടാക്കിയത്. ഇപ്പം 10-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ അതാ സമസ്തയുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകത്തിലും എന്തു പഠിപ്പിക്കുന്നു? വഹാബികൾ ഉണ്ടാക്കിയ ദുആ പഠിപ്പിക്കുന്നു. കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നത് എന്താണ്? ഈ ദുആയാണ്. ഇതല്ലേ പേരോടെ ഇപ്പൊ നിങ്ങൾ എത്തിച്ചേർന്ന അവസാനത്തെ അവസ്ഥ? വല്ലാത്തൊരു ഗതികേട് തന്നെയാണ്. ഇതാണ് കള്ളം പറഞ്ഞാൽ, ബാത്തിൽ പ്രചരിപ്പിച്ചാൽ അതിന് നിലനിൽപ്പുണ്ടാവുകയില്ല, സത്യത്തിന് മാത്രമേ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതിലൂടെ ഇവരുടെ എല്ലാ മേഖലകളിലും ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന തിരിമറികളും ദുർവ്യാഖ്യാനങ്ങളും കുപ്രചരണങ്ങളും പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കണം എന്ന നിലക്കാണ് സാന്ദർഭികമായി ഈ ഒരു കാര്യം കൂടി എൻ്റെ ശ്രോതാക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ സത്യമായി തന്നെ പറയുവാനും അസത്യത്തെ അസത്യമായി തന്നെ തുറന്നു കാണിക്കുവാനുമുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.